നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1199 എടവ സംക്രമം ആയില്യം നക്ഷത്രത്തിലാണ്. എടവം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ബുധനും ശുക്രനും, എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ആദിത്യനും, കർക്കിടകത്തിൽ ഗുളികനും, ചിങ്ങം രാശിയിൽ ചന്ദ്രനും, കന്നിയിൽ കേതുവും, കുംഭം രാശിയിൽ ശനിയും, മീനത്തിൽ കുജനും രാഹുവും സ്ഥിതി ചെയ്യുന്നു. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എടവമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ്. പ്രത്യേകിച്ചും സ്വയം തൊഴിലുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ്. ഇവർക്ക് സർവ മേഖലയിലുമുള്ള ഇവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ്. ഇവരുടെ സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ച ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയും അമിത ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുകയും വേണം. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി പിണങ്ങാതെ മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മേലുദ്യോഗസ്ഥരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ പ്രേമകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രേമകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം. എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട്. ഏതു രീതിയിലായാലും എടുത്തുചാടി വിവാഹ തീരുമാനം എടുക്കരുത്. സമയമെടുത്ത് ആലോചിച്ചുറപ്പിച്ച് വിവാഹം കഴിക്കുന്നതാണ് ഗുണകരമാവുക. ധൃതിപ്പെട്ടുള്ള വിവാഹം ദീർഘദുഃഖം വരുത്തുവാൻ ഇടയാകും. അതിനാൽ വരും വരായികകൾ മനസ്സിലാക്കി ഉചിത തീരുമാനമെടുക്കേണ്ടതുമാണ്. 4, 20, 25 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.